LDF-നാണ് നഷ്ടം 0 മുതൽ 1 സീറ്റ് വരെ. ചില ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. മോഡിയുടെ പ്രഭാവം അംഗീകരിക്കുന്നു. പ്രബലമായ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒപ്പോസിഷൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഒരു ലീഡറായിട്ട് എമർജ് ചെയ്തിരിക്കുന്നു. നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ അഖിലേഷ് യാദവ്, തേജസ്വി യാദവ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ അഖിലേഷ് യാദവ്, തേജസ്വി യാദവ് എന്നൊക്കെ പറഞ്ഞ് പറയാൻ സ്വന്തം നിലമറന്ന് നമ്മൾ കളിക്കരുത്. ഉണ്ണി പറഞ്ഞതിൽ നിന്നും അല്പം കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് 250 മുകളിലേക്ക് BJP പോയാൽ ജഡ്ജ് ചെയ്തതുപോലെയല്ല ജനങ്ങൾ നരേന്ദ്രമോദിയെ ജഡ്ജ് ചെയ്തിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് നമുക്ക് 4-ാം തീയതി കാണാം. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഏജൻസിയും പ്രവചിക്കുന്നു കേരളത്തിൽ BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. BJP കേരളത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്ന് 4 പറയുന്നു. ഇത് ഏജൻസികളുടെ അക്കൗണ്ട് ഓപ്പണിംഗ് ആണ്. യഥാർത്ഥ റിസൾട്ടിന്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ജൂൺ 4 കാണാം സാർ. പോടപട്ടി BJPക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ BJPക്കാർക്ക് പോലും ഈ കണക്ക് ഞെട്ടിക്കുന്നതാണ്. കേരളത്തിൽ ഇനി പത്തനംതിട്ടയ്ക്ക് ഇതിന് കൂടെ കൂട്ടിയിട്ടുണ്ടാവുമോ എന്നുള്ള കാര്യം. ഒരു സീറ്റ് വരെ വേണമെങ്കിൽ ടൈംസ് നൗ പറയുന്നത് 14 അതായത് LDF ജയിച്ചാൽ ജയിച്ചു, അത്രേ ഉള്ളൂ. അതായത് 29% LDF-ന് കിട്ടുമ്പോൾ 27% NDA-ക്ക് കിട്ടുന്നത്. LDF-നാണ് നഷ്ടം 0 മുതൽ 1 സീറ്റ് വരെ. ചില ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. ഇപ്പോൾ ജയിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ 1 സീറ്റ് മാത്രം നിലനിർത്തി. അതായത് എല്ലാ ഏജൻസികളും കേരളത്തിൽ താമര വിരിയും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്നുള്ളത് LDF-ന്റെ ഇത്തവണയും ദയനീയ പ്രകടനമായിരിക്കുമെന്ന് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. വിജയം പ്രവചിക്കുന്നു. 5 ദേശീയ ഏജൻസികളും 380+ എന്ന നമ്പറിലേക്ക് പോകുന്നു. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അല്ല, ഗുജറാത്തിൽ എന്തോ ആം ആദ്മി പാർട്ടി ചെന്ന് എന്തോ ചെയ്യുമെന്നൊക്കെ ഇവിടെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. എക്സിറ്റ് പോളിൽ മോദി 3